ആ ഒരു പെയിൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ബ്രസ്റ്റിൽ വരുന്ന പെയിനൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലാവും. സർജറി ചെയ്ത് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കുറേ ആൾക്കാരോട് പറയും, ചോദിക്കുമ്പോൾ കുറേ ആൾക്കാർ പറയും ഓക്കെ ചെയ്തോ, ചില ആൾക്കാർ പറയും അയ്യോ ചെയ്യേണ്ട, കുറേ ഡിപ്രഷൻ പ്രശ്നങ്ങളാണ്. ലൈക്ക് ഇപ്പോഴും ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. പിന്നെ എല്ലാവരും ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ റിവ്യൂലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഉമ്മ ഉപ്പ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാ. അപ്പോൾ ഉപ്പ അവനൊക്കെ പറയുമ്പോൾ പേഴ്സണൽ നല്ല വിഷമം തോന്നാറുണ്ട്. ലൈക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന വ്യക്തിയാണ് സ്ത്രീകൾ. പുരുഷന്മാരാകുമ്പോൾ അഫ്കോഴ്സ് അവർ സോഷ്യലായിട്ട് ഒരുപാട് ഇടപെടുന്ന ആളാണ്. അപ്പോൾ അഫ്കോഴ്സ് എൻ്റെ ഉപ്പാണ്ടൊക്കെ അന്ന് ഉപ്പാൻ്റെ ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ ഉപ്പാൻ്റെ അറിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്താ നിൻ്റെ മകൻ ഇങ്ങനെ പെൺകുട്ടികളെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് വരെ എന്നോട് അങ്ങനെ വന്ന് ചോദിച്ച ഒരു പ്രശ്നമാക്കുക അല്ലെങ്കിൽ എന്നെ തല്ലേ വഴക്ക് പോടുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉപ്പ പൊതുവെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമ്മളിങ്ങനെ വേറെയൊക്കെ പോകുമ്പോഴത്തേക്കിന് ഒരുപാട് ജാതിപരമായിട്ടും മതപരമായിട്ടൊക്കെ കുറെ കാര്യങ്ങൾ വരുമല്ലോ. പള്ളിയിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടുകാരെയൊക്കെ പുറത്താക്കും എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അല്ലാണ്ട് പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടിയിലേക്ക് മാറുമ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അറിയാലോ, കുറച്ചും കൂടെ ഒരു മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് വളരെ തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഭയങ്കര ടിപ്പിക്കലായിട്ടുള്ളൊരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്, മലപ്പുറത്ത്. എൻ്റെ നാട്ടിൻപുറത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്താ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്മെൻ അല്ലെങ്കിൽ മറ്റുള്ള ജെൻഡർ അതിനെക്കുറിച്ചൊന്നും അധികം അറിയാത്ത കുറേ ആൾക്കാരാണ്. ഇപ്പോഴത്തെ തലമുറയത്തെ ആൾക്കാർ കുറച്ചും കൂടെ ഒക്കെ അറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും പഴയ ആൾക്കാർ ഇപ്പോഴും എന്താണ് അതെന്താ അങ്ങനെ എന്നുള്ളൊരു തോന്നലുള്ള ആൾക്കാരാണ് ഇപ്പോഴും. അപ്പം അതുകൊണ്ട് ഭയങ്കര സ്ട്രഗിളാണ്, ഇപ്പോഴും സ്റ്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് ഇരുന്നത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരുന്നു ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ? അതെ, കാരണം എനിക്ക് എൻ്റെ വീട്ടുകാരെ ഒരു നിലയ്ക്ക് എത്തിക്കണം എന്നൊരു തോന്നില്ല. അതിന് മുമ്പ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും. പിന്നെ എനിക്ക് പലവരെയും ഫേസ് ചെയ്യാൻ മടിയാവും. എൻ്റെ ഫാമിലി സ്റ്റക്കായി പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ റിവീൽ ചെയ്യാണ്ട് നിന്നത്. പിന്നെ എല്ലാവരും ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ റിവീലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ആ വീട്ടിലെ ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ അതായത് ഞാൻ ഇനി മാറുകയാണ്, എനിക്ക് ഞാനായിട്ട് ജീവിക്കണം, ഞാൻ പെണ്ണായിട്ട് നടക്കുകയാണ്, ഇനി എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പം വീട്ടുകാർ പറഞ്ഞു പറ്റത്തില്ല, നമ്മുടെ കുടുംബത്തിന് അപമാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും, പള്ളിയിലെ പ്രശ്നമാവും എന്നൊക്കെ ഒരു ഇത് വന്നായിരുന്നു? അങ്ങനെയൊക്കെ പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞിട്ടില്ല. ലൈക്ക് ഇപ്പോഴും അംഗീകരണം ഇപ്പോഴും ഇല്ല. ലൈക്ക് ഇപ്പോഴും ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു തോന്നലാണ് പിന്നെ ഇതിൽ കമ്മോട്ട് ചെയ്ത് വരാൻ കാരണം. ആഷി ആദ്യമേ മാരേജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആഷി കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇല്ല. ആഷി ഇത്തായിക്കാട്ടിലും ഇളയതാണോ? എന്നെക്കാട്ടിയും 1 വയസ്സ് കുറവാണ് ആഷിക്ക്. ആണല്ലേ? ഈ ഫാമിലീസിനെയൊക്കെ നെഗറ്റീവായിട്ട് കമന്റ് ഒക്കെ ഇടുമ്പം എന്തെങ്കിലും പറയാറുണ്ടോ? എനിക്ക് ഫാമിലീസിന് ലൈക്ക് ഉമ്മ ഉപ്പ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാ. അപ്പോൾ ഉപ്പ അവനൊക്കെ പറയുമ്പോൾ പേഴ്സണലി നല്ല വിഷമം തോന്നാറുണ്ട്. ഉമ്മയാണെങ്കിലും ഉപ്പാനാണെങ്കിലും ഒക്കെ പറയുമ്പോൾ അഫ്കോഴ്സ് നമുക്ക് വിഷമം തോന്നുമല്ലോ. അങ്ങനെ വിഷമം തോന്നാറൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ കമന്റ്സുകൾ വളരെ കുറവാണ്. ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര അങ്ങനെ നെഗറ്റീവ് ഇല്ല, കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു എനിക്ക്. ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പം അവരൊക്കെ എന്തോ പറഞ്ഞു? വേണ്ട, നീ അത് ചെയ്യണ്ട, നീ ബോയ് ആയിട്ട് തന്നെ ഇരിക്കുക? ഇല്ല, എന്നോട് പറഞ്ഞപ്പോൾ ചില ഫ്രണ്ട്സുകൾ പറഞ്ഞത് നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്യ്, നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യ്, നീ ആലോചിച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞത്. അല്ലാണ്ട് ആരും അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ തടയിടുന്ന ആരും ഉണ്ടായിട്ടില്ല. എല്ലാവരും പറഞ്ഞതും നീ നിന്റെ ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ പോലും കെയർഫുൾ ആയിട്ട് ഇരിക്കണം കേട്ടോ, അങ്ങനെയാണ്, സേഫ് ആയിരിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സർജറി കഴിഞ്ഞിട്ടുണ്ടോ ശരിക്കും? എൻ്റെത് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. സർജറി ഒന്നും അങ്ങനെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല, ട്രീറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, ലേസർ ചെയ്യുന്നുണ്ട്, അങ്ങനത്തതൊക്കെ. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൂർണ്ണമായിട്ടും ഇല്ല ചെയ്തിട്ടില്ല. അതെന്താ പഴയൊരു ലൈഫിലേക്ക് വീണ്ടും പോയിട്ട് പോകണം? ഇല്ല, അങ്ങനെയല്ല. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് ഇല്ല എനിക്ക്. കാരണം ഇപ്പോൾ പെട്ടെന്നൊരു സർജറി എടുത്ത് ചാടിയിട്ടൊരു സർജറി ചെയ്യണം എന്ന് തോന്നുന്നില്ല. ലൈക്ക് നമുക്ക് ഒന്നുകൂടെ അതിനെക്കുറിച്ച് പഠിച്ച്, കാരണം നമ്മൾ ലൈഫ് മുന്നോട്ട് കുറേ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈവൻ അതിനെക്കുറിച്ച് കുറച്ചും പഠിച്ച്, കാരണം സർജറി ചെയ്ത് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കുറേ ആൾക്കാരോട് പറയും, ചോദിക്കുമ്പോൾ കുറേ ആൾക്കാർ പറയും ഓക്കെ ചെയ്തോ, ചില ആൾക്കാർ പറയും അയ്യോ ചെയ്യേണ്ട, കുറേ ഡിപ്രഷൻ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നന്നായിട്ട് പഠിച്ചതിന് ശേഷം അതിലേക്ക് തുനിഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. പേടിയുണ്ടോ അപ്പോൾ സർജറി ചെയ്യാനായിട്ട്? തീർച്ചയായിട്ടും പേടിയുണ്ട്. കാരണം എനിക്കിപ്പോൾ ഓൾറെഡി ലേസർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ ഒരു പെയിൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ലേസർ ആണെങ്കിലും
നമുക്ക് ഹോർമോൺ എടുക്കുമ്പോൾ നമുക്ക് ബ്രസ്റ്റിൽ വരുന്ന പെയിനൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി നമുക്കത് അത്രത്തോളം അത് പെയിൻഫുൾ ആണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടി, എനിക്ക് വേദന, അത് ഒരുപാട് വേദന എടുക്കുന്നത് എനിക്ക് ഭയങ്കര